സർക്കാർ ചെയ്യുന്ന കൊലച്ചതിയാണ്. ആശാവർക്കർമാർ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ മുഴുവൻ നമുക്കെല്ലാവർക്കും സേവനം നൽകുന്നവരാണ്. ഇത്രയും ദിവസം സമരം ചെയ്തിട്ടും ₹1 കൂടുതൽ കൂട്ടിക്കൊടുക്കാമെന്ന് പറയാതെ സമരം പിൻവലിച്ചു പോകുമെന്ന് പറയുന്ന ധാർഷ്ട്യമാണ് ഗവൺമെൻറ് കാണിക്കുന്നത്. ഈ ധാർഷ്ട്യം അവസാനിപ്പിച്ച് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ് തയ്യാറാകണം. ഇത് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? സമരം അവസാനിപ്പിച്ച് പോകാൻ. ആരോഗ്യമന്ത്രി പറയുന്നത് എന്താണ്? സമരം നിർത്തി നിങ്ങൾ പോവുക. ഇതാണോ സമരം ചെയ്യുന്നവരോട് സ്വീകരിക്കേണ്ട സമീപനം? ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചേർന്ന നടപടിയാണോ? കേരളത്തിൻ്റെ പൊതുസമൂഹവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടും ധിക്കാരത്തിൻ്റെ പാതയിലൂടെ തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇത് കേരള സമൂഹം തിരിച്ചറിയും. പാവങ്ങൾ വിഷുവായിട്ട് പോലും സ്വന്തം വീടുകളിലേക്ക് പോകാൻ കഴിയാതെ സെക്രട്ടേറിയറ്റ് പടിക്ക് സമരം നടത്തുകയാണ്. ഇത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെയാണ് റാങ്ക് ഹോൾഡേഴ്സ്, വനിതാ പോലീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ. ഞാൻ അവരുടെ കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ട് സംസാരിച്ചതാണ്, കത്ത് കൊടുത്തതാണ്. ആ സമരവേദിയിൽ അവർ കുഴഞ്ഞു വീഴുന്നു, അവർ ദുരിതമനുഭവിക്കുന്നു. അവരുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ സർക്കാർ സമരം ചെയ്യുന്നവരോട് അലർജിയാണ്. ഇതിനെതിരായിട്ടുള്ള ബഹുജന പ്രക്ഷോഭമാണ് നാട്ടിൽ വളർന്നു വരേണ്ടത്. കാരണം ഇത് തന്നെ സമരം ചെയ്യുന്നതിലുള്ള സർക്കാരിൻ്റെ അലർജിയാണ്. അങ്ങനെ സമരം ചെയ്ത കാര്യങ്ങൾ നേടണ്ട, ഞങ്ങൾ എറിഞ്ഞു തരുന്ന പിച്ച കാശെടുത്ത് മുന്നോട്ട് പോവുക, ഞങ്ങൾ പറയുന്ന പോലെ സമരം പിൻവലിക്കുക. ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും ചേർന്നതാണോ? ഈ രീതി ശരിയാണോ? കേരളത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എത്രയോ സമരങ്ങൾ കേരളത്തിലുണ്ടായി. സമരങ്ങളെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ മാർഗങ്ങൾ തേടുക എന്നുള്ളതല്ലേ ആവശ്യം? അപ്പോൾ ഈ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ധിക്കാരവും അഹങ്കാരവുമാണ് ഈ സമരം തീരാതെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് എതിരായിട്ടുള്ള ബഹുജന പ്രക്ഷോഭം കേരളത്തിൽ കൂടുതൽ ശക്തമാകും എന്നാണ് എനിക്ക് പറയാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF ഇത്തവണ നിലമ്പൂർ സീറ്റ് പിടിച്ചെടുക്കും. കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥലമാണ്. ഇത്തവണ UDFൻ്റെ വിജയം സുനിശ്ചിതമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വൈകാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പോയ ആളിൻ്റെ സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിതിയും നിലമ്പൂരിലുണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസ് ഒറ്റക്കെട്ടായി, UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും. വൻ വിജയം ഞങ്ങൾ നേരിടും. അൻവർ UDFന് പിന്തുണ നൽകിയ ആളാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവും കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കാൻ പോകുന്നത്. അല്ല, എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനുണ്ടാവും. ഒരു കാര്യമില്ല. ഇത്തവണ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിലമ്പൂരിൽ UDF വൻ വിജയം നേടും. എന്ത് പരീക്ഷണം നടത്തിയാലും കാര്യമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോവുകയാണ്. പാലക്കാട് തെളിയിച്ചില്ലേ? അതേ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത്. അത് ഇതുവരെ ചർച്ചകളായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ ചർച്ചകളിലൂടെ തീരുമാനിക്കും. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചകളിലൂടെ തീരുമാനിക്കേണ്ട വിഷയമാണ്. എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയാണ്.
വിഷു നമ്മുടെ കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ വിഷു, മറ്റ് സംസ്ഥാനങ്ങളിൽ ബിഹു, വൈശാഖി, പൊങ്കൽ എന്ന പേരിലൊക്കെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണിത്. മലയാളികളുടെ മലയാള മാസം തുടങ്ങുന്ന വിഷുവിനാണ്. നമ്മൾ എല്ലാവരും സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു. എല്ലാ മലയാളികൾക്കും, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ഞാൻ വിഷു ആശംസകൾ നേരുന്നു.